കല്യാണ സമയത്ത് ചെക്കൻ വരാതിരിക്കുന്ന ഗ്യാപ്പിൽ കയറി ഓളെ കെട്ടുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് എട്ടാമത്തെ കാമുകിയുടെ കല്യാണ തലേന്ന് ഉറങ്ങാൻ കിടന്ന്. ഓ, നീ അടിഞ്ഞൊരുങ്ങുന്ന കണ്ടാ തോന്നുമല്ലോ നിന്റെയാണ് കല്യാണമെന്ന്. രാവിലെ കുളിച്ച് റെഡിയായി വെള്ള ഷർട്ടും മുണ്ടുകൊടുത്ത് കണ്ണാടിക്കുമ്പിൽ നിന്ന് ഭാവങ്ങൾ വാരി വിതർന്ന് എന്നെ നോക്കി അമ്മ ചോദിക്കുമ്പോൾ ഞാനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. നിന്റെ എത്രാമത്തെ കാമുകയാടാ അവള്? എന്റെ സ്പ്രേ അറഞ്ചമ്പുറഞ്ചും അടിച്ചുകൊണ്ടാണ് അമ്മ ചോദിച്ചത്. എന്തോ പെൺകുട്ടികൾക്ക് എന്നെ ഇഷ്ടമാണ്. ലാലേട്ടന്റെ ഡയലോഗിനൊപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് സ്പ്രേ കൂടി വാങ്ങി വെക്കാൻ മറന്നില്ല. പിന്നെ ഒരു കാമുക വന്നേക്കുന്നു. നിനക്ക് ഇഷ്ടമുണ്ടെന്ന് ഇവളുമാർക്ക് ആർക്കെങ്കിലും അറിയോടാ? അവരുടെ ഇഷ്ടം എന്തിനാ നമ്മൾ നോക്കുന്നത്? നമുക്ക് നമ്മുടെ ഇഷ്ടം നോക്കിയാൽ പോരെ? അത് പറയുമ്പോഴും കണ്ണാടിയിൽ നോക്കി മുടിചീകൾ തുടർന്നുകൊണ്ടിരുന്നു. നീ സാരിയുടെ പീറ്റൊന്ന് പിടിച്ചു വെച്ചേ, അതേലും പഠിക്ക്. നിന്നെ കൊണ്ട് കാമികമാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ. ഇനി ഇതിന്റെ പേരിൽ ഒരാഴ്ച വഴക്കിടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പ്ലീറ്റ് നേരാക്കി കൊടുക്കാൻ തുടങ്ങിയത്. അതേ, ഹെൽമെറ്റ് ഇല്ലാതെ മോനിത് എങ്ങോട്ടാ? ബൈക്കിന്റെ താക്കോലും കറക്കി ഇറങ്ങുമ്പോൾ അമ്മ പുറകെ ഹെൽമെറ്റുമായി എത്തിക്കഴിഞ്ഞിരുന്നു. ഹെൽമെറ്റ് വെച്ച് ആ മുടിയൊക്കെ തെക്കുവടക്കായി. പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴേ ഒരു ഗുമ്മ കിട്ടില്ല. ബൈക്കിന്റെ കണ്ണാടിയിൽ നോക്കി മുടി നേരെയാക്കി പറയുമ്പോൾ അമ്മ ഒരു കൈ നടുവിനെ താങ്ങി എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആഹാ, ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. എന്താണെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ഞാൻ അമ്മയെ നോക്കി. നീ കല്യാണത്തിന് പോകുന്നു, അപ്പൊ കല്യാണ ചെക്കൻ വരുന്നില്ല. ടെൻഷൻ അടിച്ചിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ നീ ഹീറോയെ പോലെ ചെന്ന് അവളെ കെട്ടാന്ന് പറയുന്നു. അങ്ങനെ കല്യാണം നടക്കുന്നു. ശുഭം. അതിനല്ലേടാ നീ കല്യാണ ചെറുക്കന്റെ വേഷത്തിൽ കെട്ടിയിറങ്ങിയേക്കുന്നത്. എന്റെ സ്വപ്നം ഇവരെങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു അപ്പോഴെനിക്ക്. നോക്കേണ്ട മോനെ, നിന്റെ തന്ത ഇതുപോലെ കുറെ കല്യാണത്തിന് പോയി സദ്യ എന്ന കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങേരുടെ വിത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരൂ. നാണം മറക്കാൻ ചിരിച്ചുകൊണ്ട് അമ്മയുടെ കവിളിൽ പിടിച്ചു വലിക്കുമ്പോൾ കൈ തട്ടി മാറ്റി അമ്മ അകത്തുപോയി അമ്മയുടെ സ്കൂട്ടറിന്റെ താക്കോലുമായി വന്നു. മോവാ, ഇതിൽ പോവാം. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ തിരികെ കാറിൽ വരുമ്പേ ഞാൻ ബസ്സിൽ ഉന്തും തള്ളും കൊണ്ട് വരണം. ഇതാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് തിരികെ വന്ന് നിലവിളക്കും കത്തിച്ച് നിങ്ങളെ സ്വീകരിക്കാലോ. ഇവരിതെന്നെക്കാളും ഫാസ്റ്റ് ആണല്ലോ എന്ന് ചിന്തിച്ച് അമ്മയുടെ പുറകിൽ കയറിയിരുന്നു. ആ മോളെ, നിങ്ങൾ കല്യാണ ബസ്സിൽ പോയില്ലേ? റോഡിലൂടെ പോകുന്ന 1-2 പെൺകുട്ടികൾക്ക് മുമ്പിൽ സ്കൂട്ടർ നിർത്തി അമ്മ ചോദിക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ പോട്ടെ മോളെ, കല്യാണത്തിന് മുന്നേ സ്റ്റെപ്പിനെ അങ്ങ് എത്തിക്കണം. അത് പറഞ്ഞ് അമ്മ വണ്ടി മുന്നോട്ടെടുത്തു. ഈ സ്റ്റെപ്പിനി അതെന്താ അമ്മേ? ചെക്കൻ വന്നില്ലേ പകരം കെട്ടാൻ പോകുന്ന ആരോ, അവരാണ് സ്റ്റെപ്പിനി. പൊതുവെ ഉച്ചത്തിൽ സംസാരിക്കുന്ന അമ്മ വണ്ടിയിലായതുകൊണ്ട് കുറച്ചുകൂടെ ഉച്ചത്തിലാണ് പറഞ്ഞത്. ഈ തള്ള മനുഷ്യനെ നാറ്റിക്കെന്ന് മനസ്സിൽ ചിന്തിച്ചാണ് പിന്നെയൊന്നും മിണ്ടാതിരുന്നത്. ജസ്റ്റ് മിസ് മോനെ. കല്യാണച്ചക്കനെ സ്വീകരിക്കുന്ന പെണ്ണിന്റെ ആങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ എത്തുമ്പോൾ അത് പറഞ്ഞ് അമ്മ ചിരിയടക്കാൻ ശ്രമിച്ചു. അതെ, കല്യാണത്തിന് മുന്നേ ഒരു പന്തി സദ്യ കാണും. നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? അതാകുമ്പോൾ കല്യാണം കഴിഞ്ഞ് വേഗം വീട്ടിൽ പോകാൻ ചെയ്യാം. അമ്മ പതിയെ ചെവിയിൽ പറയുമ്പോൾ തലയാട്ടി അമ്മയുടെ പുറകെ നടന്നു. കുറെ സ്റ്റെപ്പിനുകൾ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ എല്ലാത്തിനെയും മുഖത്ത് നിരാശ. കഴിക്കാനിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 1-2 പേരെ നോക്കി അമ്മ ചെവിയിൽ പറഞ്ഞു. അല്ലെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സങ്കടം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അമ്മയുടെ ഇടയിലിരുന്ന ശർക്കര വരട്ടി കടിച്ചോട്ടിച്ചുകൊണ്ട് പറയുമ്പോൾ അമ്മ മുഖത്തൽപ്പം സങ്കടം വരുത്തിയതായി തോന്നി. കറികളൊന്നും അത്ര പോരാ അല്ലേടാ? 3 കൂട്ടം പായസവും കൂടി സദ്യ കഴിച്ച് ഏമ്പൊക്കും വിട്ട് എഴുന്നേറ്റ് കൈ കഴുകി സാരിത്തുമ്പോൾ ചിരി തുറക്കുമ്പോൾ ഏതൊരു മലയാളിയെയും പോലെ അമ്മയത് പറഞ്ഞപ്പോൾ ഞാൻ ദയനീയമായി അമ്മയെ നോക്കി. അമ്മ വണ്ടിയുടെ ചാവിത, ഞാൻ വീട്ടിലേക്ക് പോവാ. എനിക്കൊന്നും വയ്യ, ബസ്സിൽ പോവാ. നീ വന്നേ, കല്യാണം കാണാം. എങ്ങനെയാ താലി കിട്ടുന്നതെന്ന് നോക്കി പഠിക്ക്. ഇനി അടുത്ത കല്യാണത്തിന് നിനക്ക് ചാൻസ് കിട്ടിയാലോ? അതും പറഞ്ഞ അമ്മ എന്നെയും വലിച്ചുകൊണ്ട് നടന്നു. അല്ലെങ്കിലും സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവന്റെ വേദന അമ്മയ്ക്ക് അറിയില്ലല്ലോ. സ്റ്റെപ്പിന് കൊടുത്തു ചേച്ചി. വരുന്ന വഴിയിൽ അമ്മ സംസാരിച്ച പെണ്ണാണെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മയോട് ചോദിച്ച്. ആ സ്റ്റെപ്പിന് വേണ്ടി വന്നില്ല മോളെ. നീ കണ്ടിട്ടില്ലല്ലോ, ഇതാ എൻ്റെ സ്റ്റെപ്പിന്, അല്ല എൻ്റെ മോൻ. അങ്ങനെ പറഞ്ഞ ആ പെണ്ണിനെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ അമ്മയ്ക്കിട്ടെന്ന് തോണ്ടി. അതെ, ചെറുക്കനിപ്പോൾ സിംഗിളാ, നമുക്ക് നോക്കിയാലോ? അമ്മ ആ പെണ്ണിൻ്റെ ചെവിയിൽ പറയുന്നതായിട്ടാണ് ഞാൻ പതിയെ അവിടെ നടന്നത്. പിന്നെയും കുറച്ച് കഴിഞ്ഞാണ് അമ്മ വണ്ടിക്കരിയിലേക്ക് വന്ന്. ആരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്ത അവസരം കിട്ടിയ അപ്പോൾ ചെയ്തേക്കണം കേട്ടോ. അത് പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്മ പുറകിൽ കയറി. എടാ, ആ പെണ്ണ് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന, നിന്റെ അടുത്ത കാമുകി ലിസ്റ്റിൽ ചേർത്താലോ? നല്ല പെണ്ണാടാ, എന്നോട് വലിയ കാര്യം അതിന്. എനിക്കൊന്നും വേണ്ട. ഇനി അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ തന്നെ കിട്ടിക്കോ. ഞാനത് പറഞ്ഞതും അമ്മ പുറത്തിനിട്ടിടിച്ച് ഒരേ സമയമായിരുന്നു. പിന്നെയുള്ള ദിവസം ആ പെണ്ണിനെ കുറിച്ച് അമ്മ പറയുകയും ഞാനത് ശ്രദ്ധിക്കാതെ നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് അവസാന ബസ്സിൽ വീട്ടിൽ പോകാനിരിക്കുമ്പോഴാണ് ആ പെണ്ണ് ബസ്സിൻ്റെ അരികിലേക്ക് ഓടി വരുന്നത് കണ്ടത്. ഞാൻ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ച് കുമ്പിട്ട് മൊബൈൽ നോക്കിയിരിക്കുമ്പോഴേക്കും അമ്മയുടെ കോളെത്തി. ഞാൻ ബസ്സിലാ, വരുന്നേ ഉള്ളൂ. കോൾ എടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു. ഓ, അതിന് നീ എപ്പോഴാടാ വിളിച്ച്? ഞാനല്ലേ വിളിച്ച്. അന്ന് നമ്മൾ കണ്ട ആ പെണ്ണില്ലേ, അവൾ ആ ബസ്സിലുണ്ട്. നീ ഒന്ന് നോക്കിയേക്കണേ, അവള് തനിച്ച.
ഒന്ന് മൂളിക്കൊണ്ട് ഞാൻ കോള് കട്ട് ചെയ്ത് മുന്നിലേക്ക് നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിന്റെ പുറകിലെ സീറ്റിലിരുന്ന ആ പെണ്ണെന്നെ തലവുക്കി നോക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടെന്ന് കൈ ഉയർത്തി കാണിച്ച് ഞാനും ഇരുന്നു. അവസാന ബസ്സായതുകൊണ്ട് മദ്യപിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു ആൾക്കാർ നിറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്ന കണ്ടാണ് അവൾക്കരികിൽ ചെന്നിരുന്നത്. ഡാ, നീ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നാ മതി. അമ്മയുടെ അടുത്ത കോൾ വന്നും ഞാൻ അതെടുക്കുമ്പോഴേക്ക് അമ്മ അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ബസ് ഇറങ്ങുന്നവർ അവളോ ഞാനോ പരസ്പരം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് കണ്ണോടിച്ചിരുന്നു. ഓട്ടോയൊന്നും കാണുന്നില്ലല്ലോ. കവലയിൽ ബസ് ഇറങ്ങി ചുറ്റും നോക്കിയാണ് ഞാൻ പറഞ്ഞു. നടക്കാം. അത് പറഞ്ഞ് കഴിയും മുന്നേ അവൾ നടന്നു തുടങ്ങി. പിന്നാലെ ഞാനും. എന്നതിൻ്റെ പേര്? വിദ്യ. ആ ചോദ്യത്തിനും മറുപടിക്കും ശേഷം ചീവീടുകളുടെ ശബ്ദം മാത്രമേ നമുക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ വീടെത്തുമ്പോഴേക്ക് നിക്കർ മാത്രമിട്ട 3-4 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ഓടി വന്ന് അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. അവന് വാരിയെടുത്ത് കവളിൽ ഉമ്മ കൊടുത്ത് അവൾ ബാഗിൽ നിന്ന് മിഠായി എടുത്ത് കൊടുക്കുമ്പോൾ ഊർന്നിറങ്ങി അവൻ വീട്ടിലേക്ക് കയറിപ്പോയി. എന്താ മോളെ താമസിച്ചത്? എത്ര നേരായി കാത്തിരിക്കുന്നു. അല്പം പ്രായം ചെന്ന മനുഷ്യനാണ്. ചുമക്കുകയൊപ്പം നെഞ്ചും തടവി അയാൾ വാതിൽപ്പടിയിൽ ചാരിയെന്നാണ് ചോദിച്ച്. ശരി വിദ്യ, ഞാൻ പോയേക്കുവാ. അയാളോട് അവൾ എന്തെങ്കിലും മറുപടി പറയും മുമ്പേ ഞാനത് പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ നന്ദിയോട് അവൾ പുഞ്ചിരിച്ചു. നീ എന്താണ് അവിടെ വീട്ടിൽ കയറാതെ പോന്ന്? കാണുന്ന സീരിയലിൽ നിന്ന് കണ്ണെടുക്കാതെയാണ് അമ്മ ചോദിച്ച്. പിന്നെ പാതിരാത്രി ഞാൻ ആ വീട്ടിൽ ചെന്ന് പെണ്ണ് കാണാൻ പോയതല്ലേ. നിന്ന് ചോദ്യം ചെയ്യാതെ പോയി ചോറെടുത്ത് വെക്ക്. നീ ആദ്യം കുളിച്ചിട്ട് വാ, ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സീരിയലിന് മുന്നേ ജോലി തീർത്ത് വെക്കാൻ എന്നത്തെയും പോലെ അമ്മ ചോറ് പ്ലേറ്റിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നല്ല പെണ്ണല്ലേടാ, നമുക്ക് ആലോചിച്ചാലോ. ചോറ് കഴിക്കുമ്പോൾ അമ്മ പതിവ് പലവി തുടങ്ങി. അമ്മ അവിടെയും ദാരിദ്ര്യം ഇവിടെയും ദാരിദ്ര്യം. ഇനി അവളെ കെട്ടിയ ഉള്ള കാലം മൊത്തം അവളും ദാരിദ്ര്യത്തിൽ കിടക്കും. ഇനി കുട്ടികളായാൽ അവരും ദാരിദ്ര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തും. അതിലും നല്ലത് ആ പെണ്ണ് വേറെ ആരെങ്കിലും കെട്ടി ജീവിക്കുന്നല്ലേ. എന്റെ മറുപടി കേട്ടമ്മ കുറച്ചു നേരം മിണ്ടാ ചോറിൽ നോക്കിയിരുന്നു. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ലോ അമ്മേ, നമ്മുടെ അവസ്ഥ അറിയാലോ. അവളെ കെട്ടിച്ചുട്ടതിന്റെ പലിശ മാസം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അതിനിടെ ഒരു ജീവിതം കൂടി എന്തിനാ അമ്മ? അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മയൊന്നും മിണ്ടിയിരുന്നില്ല. ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കരുത്. അവരവർക്ക് ഇഷ്ടമുള്ളവർക്കൊപ്പമല്ലേ ജീവിതമെങ്കിൽ വളരെ ബോറായിരിക്കും. ഇവിടെ തന്നെ കണ്ടില്ലേ, ഒരാൾ നിർബന്ധിച്ച് കെട്ടിച്ചു വിട്ടിട്ട് എന്തായി? സന്തോഷവും സമാധാനമുള്ള ജീവിതത്തിൽ വലുത്. ഇനി ആ കാര്യം ചേച്ചി പറയാൻ നിൽക്കേണ്ട. കൈ കഴുകി വരുമ്പോൾ വിദ്യയുടെ ശബ്ദം അമ്മയുടെ മൊബൈൽ കൂടി കേട്ടിരുന്നു. എന്നെ കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് വിഷയം മാറ്റി മറ്റെന്തോ സംസാരിച്ചു തുടങ്ങി. പിന്നെ ഒരു ദിവസം കൂടി അവസാന ബസ്സിൽ വിദ്യയെ കണ്ടു. അമ്മയുടെ കോള് വരും മുന്നേ അവൾക്കരികിൽ ചെന്നിരുന്നു ഞാൻ. ഈ രാത്രി ഇതെവിടെ പോയി വരിക? പുറത്തേക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. പുറത്തേക്കോ? എങ്ങോട്ട്? അത്ഭുതത്തോടെയാണ് ഞാൻ ചോദിച്ചത്. അതേടോ, ദുബായിൽ. പിന്നെ വലിയ ജോലിയൊന്നല്ല കേട്ടോ, ഒരു വീട്ടിലേക്കാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്ന കാണാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അവൾ പെട്ടെന്ന് നോട്ടം പുറത്തേക്ക് മാറ്റി. വീട്ടു ജോലിയല്ലാതെ മറ്റെന്തെങ്കിലും? ഉള്ളിലെന്തോ സങ്കടം വന്നുകൊണ്ട് പാതി വഴിയിൽ ഞാൻ നിർത്തി. ഇവിടുത്തെ പോലെയൊന്നല്ല, വീട്ടു ജോലിയാണെങ്കിൽ നല്ല ശമ്പളമുണ്ട്. അത് പറഞ്ഞവൾ സങ്കടം മറച്ചു പിടിക്കാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയി. തൻ്റെ അമ്മയെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് കേട്ടോ. എപ്പോഴും തൻ്റെ ബുദ്ധിമുട്ട് പറയാൻ ആ പാവത്തിന് സമയമുള്ളൂ. എനിക്കൊരുപാട് മിസ് ചെയ്യുന്നത് തൻ്റെ അമ്മയായിരിക്കും. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അവൾ പറഞ്ഞു തുടങ്ങിയത്. വീട് വരെ ഞാനും വരാം. അവളുടെ മറുപടി കാത്തിൽക്കാതെ ഞാനും അവൾക്കൊപ്പം നടന്നു. ഇവിടെ തന്നെ നിങ്ങൾ നല്ല ജോലി നോക്കിയാൽ പോരായിരുന്നു? അല്പനേരം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇയാൾ വീട്ടിൽ പറയാറുള്ള പോലെ ദാരിദ്ര്യമുണ്ടോ മെയിന്? 2-3 വർഷം അവിടെ നിൽക്കണം, ചേച്ചി ഒന്ന് സെറ്റിലാക്കണം, അത് കഴിഞ്ഞ ആശ്വാസം. പിന്നെ തൻ്റെ കാര്യം കൂടി അല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവളും ചിരിച്ചു. ജീവിതമാകുമ്പോൾ സുഖവും ദുഃഖവും സന്തോഷവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വലുതാ. എന്ത് കഷ്ടപ്പാടും നമ്മളോടൊപ്പം നിൽക്കാൻ ഒരാളുണ്ടാവുക എന്നത്. അങ്ങനെ ഒരാളെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നിയാലും നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കണ്ട് ഓടിപ്പോവും. അവളത് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിലും എനിക്കിട്ട് കുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ? ആ തള്ളമത്തകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി ചിന്തിക്കുമ്പോഴേക്കും അവളുടെ വീടെത്തിയിരുന്നു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ അപ്പോഴും എന്നെ നോക്കി നിൽപ്പുണ്ട്. എൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി കണ്ടിട്ടാവാം അവൾ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയത്. വീട്ടിലെത്തുമ്പോൾ അമ്മ പതിയെ പോലെ ഭിത്തിയും ചാരി തറയിലിരുന്ന് സീരിയൽ കാണുകയാണ്. ഒന്നും മിണ്ടാതെ ആ നിമിഷം അമ്മയുടെ മടിൽ തലവെച്ച് കിടക്കാനാണ് തോന്നിയത്. എന്തു പറ്റിയടാ? അടുത്ത കാമിയുടെ കല്യാണമായോ? തലയിൽ തടവി അമ്മ ചോദിക്കുമ്പോൾ വയറിലൊരു കടി കൊടുക്കുകയും ആ നിമിഷം അമ്മയുടെ കൈ എൻ്റെ പുറത്ത് വീഴുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. അവൾ വിളിച്ചിരുന്നു, നിന്നെ കണ്ട കാര്യവും പറഞ്ഞ്. അടിച്ച സ്ഥലത്ത് തടവിക്കൊണ്ടാണ് അമ്മ പറഞ്ഞ്. ആ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അവൾ തന്നെ കഷ്ടപ്പെടണം. പോയി രക്ഷപ്പെടട്ടടാ. അത് പറഞ്ഞൊരു ദീർഘനിശ്വാസത്തോടെ അമ്മ പിന്നെയും സീരിയലിൽ മുഴുകി. അന്ന് രാത്രിയാണ് ആദ്യമായിട്ട് പണ്ടെങ്കോ അമ്മ സേവാക്കി വെച്ച അവളുടെ നമ്പർ നോക്കുന്നത്. അതിൽ തെളിഞ്ഞു വന്ന അവളുടെ മുഖം ഏറെ നേരം നോക്കിയിരുന്നപ്പോൾ മനസ്സിലായി, ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ അയാൾക്ക് വല്ലാത്ത സൗന്ദര്യമാണെന്ന്. ഒരുപാട് നാൾ അവൾക്ക് മെസ്സേജ് അയക്കാൻ തോന്നിയെങ്കിലും അവളുടെ മറുപടി ചിലപ്പോൾ എന്നെ വേദനിപ്പിക്കാൻ തോന്നിയുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ച്.
അവൾ ഒരുപാട് മാറിപ്പോയടാ. വീട്ടു ജോലിക്ക് പോയവൾക്ക് അവിടെ നല്ല ജോലിയും കൈ നിറയെ പൈസയും വന്നപ്പോൾ അവളുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. മനുഷ്യരങ്ങനെയാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാലൊന്നും മനസ്സിൽ കളങ്കമില്ലാത്ത അമ്മ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാൻ തർക്കിക്കാനും പോയില്ല. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഈ രാത്രി പുലരുമ്പോൾ അവളുടെ കല്യാണമാണ്. കൂടെ ജോലി ചെയ്യുന്നവൻ തന്നെയാണ് കെട്ടുന്നു. നിങ്ങൾ പോണില്ലതല്ലേ നിങ്ങളുടെ മോളുടെ കല്യാണത്തിന്? അവളുടെ കല്യാണ ദിവസം രാവിലെ ചക്ക വെട്ടി കണ്ടിക്കുന്ന അമ്മയോട് ചോദിച്ചപ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ടാവും 2 വെട്ട് അധികം ചക്കക്ക് വെട്ടിയത്. എന്നോട് പോലും പറയാതെ കഴുത്തി കിടന്ന മാല പണയം വെച്ച് അങ്ങ് ദുഫായിക്ക് പറഞ്ഞു വിട്ടല്ലേ? പോയി വല്ലതും ഞണ്ണിയിട്ട് വരാൻ പാടില്ലായിരുന്നോ? ആ ചോദ്യത്തിന് മറുപടിയായി ചക്കക്കുരുവെടുത്ത് എന്റെ പിന്നാമ്പുറ ലക്ഷ്യമാക്കി അമ്മ ഉന്നം പിടിക്കുന്നത് കണ്ടപ്പോഴാണ് പറമ്പിന്റെ ആഴമുള്ള കുളത്തിലേക്ക് ചാടിയത്. എത്ര സങ്കടം വന്നാലും ഈ കുളത്തിലേക്ക് ചാടാറാണ് പതിവ്. ആ കുളത്തിലെ സങ്കടങ്ങൾ കൊഴുക്കി കഴിയുമ്പോൾ മനസ്സിനൊരു ആശ്വാസമാണ്. അല്ലേലും മനുഷ്യരങ്ങനെയാ, കുറെ കഴിയുമ്പോൾ എല്ലാവരും മാറും. കുളത്തിൽ കിടക്കുമ്പോഴും അമ്മയുടെ ശബ്ദം പതിഞ്ഞ സ്വരത്തിൽ കേട്ടുകൊണ്ടിരുന്നു.